ഈ ഒരു സീസണിൽ വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു സ്കിൻ ഡിസീസാണ് വട്ടച്ചൊറി അഥവാ റിംഗ് വോം എന്നുള്ളത്. ഇത് ബേസിക്കലി ഒരു ഫംഗസിൻ്റെ അണുബാധയാണ്. അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റംഗങ്ങൾക്കും ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് എപ്പോഴുമുണ്ട്. സോ ഏർലി സ്റ്റേജ് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വരാം, പക്ഷേ കൂടുതലായിട്ട് കാണപ്പെടുന്നത് വിയർപ്പ് തങ്ങി നിൽക്കുന്ന ഇടങ്ങൾ, ഉദാഹരണത്തിന് തൊടയെടുക്ക്, കക്ഷം എന്നിവിടങ്ങളിൽ ചൊറിച്ചിലോട് കൂടിയ വൃത്താകൃതിയിലുള്ള പാടുകളായിട്ടാണ് ഇവ കാണപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും ചില സിമ്പിൾ ഹോം കെയർ ടിപ്സ് വഴി ഇത് പ്രിവെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നാമതായിട്ട് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ്, പാൻസ് എന്നിവ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പകരം ലൂസ് ആയിട്ടുള്ള കോട്ടൺ ഡ്രസ് ശീലാക്കുക. 2, കുളി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ തൊടയെടുക്കിൽ നിന്നും കക്ഷത്തിൽ നിന്നുള്ള വെള്ളം എപ്പോഴും തുടച്ചിവ ഡ്രൈ ആക്കി വെക്കുക. മൂന്നാമതായിട്ട് നമ്മുടെ ഡ്രസ്സുകൾ, എസ്പെഷ്യലി നമ്മൾ ജിം വർക്കൗട്ട്സിനും എക്സസൈസിനൊക്കെ മറ്റും ഉപയോഗിക്കുന്ന സ്പോർട്സ് വെയർസ്, അവ റെഗുലറായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് മാത്രം യൂസ് ആക്കുക. 4, നമ്മുടെ സോക്സുകൾ എപ്പോഴും ഡെയിലി ചേഞ്ച് ചെയ്യുക. 5, നമ്മുടെ ബാത്ത് ടവൽസും മറ്റ് പേഴ്സണൽ ഡ്രസ്സും ഫ്രണ്ട്സും മറ്റുമായിട്ട് ഷെയർ ചെയ്യാതെ ഇരിക്കുക. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പാർട്ട്, ഇത് നമുക്ക് ആ ഡിസീസിൻ്റെ വ്യാപ്തി അനുസരിച്ചിട്ട് ചില ആൻറ്റി ഫംഗൽ ക്രീംസോ ടാബ്ലറ്റ്സോ വെച്ചിട്ട് പൂർണ്ണമായിട്ടും കൺട്രോൾ ആക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ചില പേഷ്യൻസ് അതിൻ്റെ ഏർലി സ്റ്റേജിൽ ഡോക്ടറെ കാണിക്കാനുള്ള മടി കൊണ്ടോ മറ്റോ സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള ചൊറിച്ചിലിനുള്ള ക്രീം എന്ന് പറഞ്ഞ് ഫാർമസിയിൽ കൊടുക്കുന്ന ഈ ക്രീംസ് ഉപയോഗിച്ചിട്ട് ഇത് കൺട്രോൾ ആക്കാൻ ശ്രമിക്കും. ഇത് ആ ചൊറിച്ചിൽ 1-2 ദിവസം കുറയ്ക്കുമെങ്കിലും ആ അണുബാധ ഒരിക്കലും കംപ്ലീറ്റ് മാറ്റുകയില്ല. പകരം അതിനെ ടീനിയ ഇൻകോഗ്നിറ്റോ എന്ന വളരെ ട്രീറ്റ്മെൻറ്റ് റെസിസ്റ്റൻ്റ് ആയ ഒരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ എല്ലാവരുടെയും ഉള്ള റിക്വസ്റ്റ്, നേരത്തെ പറഞ്ഞ ആ സിമ്പിൾ ഹോം കെയർ ടിപ്സ് എല്ലാവരും ശീലമാക്കുക. പിന്നെ എൻ്റെ സിംറ്റംസോ നിങ്ങൾക്ക് മറ്റോ തോന്നുന്നുണ്ടെങ്കിൽ കൺസൾട്ട് യുവർ ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് ടേക്ക് ദ ട്രീറ്റ്മെൻറ്റ് അറ്റ് ദ ഏർലി സ്റ്റേജ്. താങ്ക് യു.